الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا وحبيبنا محمدا عبده ورسوله. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണം എന്നാദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാളിച്ചകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ ശേഷിക്കുന്ന ഭാഗം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി സാന്ദർഭികമായ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഉണർത്തേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസം, ഹജ്ജിൻ്റെ അമലുകൾ, അതിൻ്റെ സമയം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് എല്ലാ ആളുകൾക്കും പോകാനും പങ്കെടുക്കാനും പറ്റിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹാജിമാർ അവിടെ ചെന്ന് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അമലുകൾ ചെയ്യുമ്പോൾ നാട്ടിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഹജ്ജിന് ഐക്യപ്പെട്ടുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് അള്ളാഹു നമുക്കൊരു പ്രത്യേക അമല് നൽകിയിട്ടുണ്ട്. അത് ഉളഹിയ്യത്തിൻ്റെ അമലാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, നമ്മുടെ സമ്പാദ്യം, അതുകൊണ്ട് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി പഠിപ്പിച്ച രീതിയിൽ ബലിമൃഗത്തെ വാങ്ങി, ആടിനെയോ അല്ലെങ്കിൽ മാടിനെയോ ഒട്ടകത്തിനെയോ ഒക്കെ വാങ്ങി അറുക്കുന്നതിൻ്റെ സാങ്കേതിക പദമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒട്ടകം നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. മാടാണെങ്കിൽ ഏകദേശം 5 വയസ്സുള്ള മാടിനെ നമ്മൾ വാങ്ങണം. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കോലാട്, അതാണ് നമ്മുടെ നാട്ടിലുള്ള ആട്, അത് 2 വയസ്സ് തികഞ്ഞ കോലാടിനെ വാങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ അറക്കേണ്ടതുണ്ട്. വലിയ സവാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ അറവ് മൃഗത്തിൻ്റെ, ബലിമൃഗത്തിനെ അറുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ രക്തം ഭൂമിയിലേക്ക് ഇറ്റുമ്പോഴേക്കും ഇവൻ്റെ ചെറുപാവങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പറ്റുന്ന ആളുകളൊക്കെ സ്വന്തമായി പൂർണ്ണമായി അറക്കാൻ പറ്റുന്ന ആളുകൾ ആ നിലക്ക് തന്നെ ചെയ്യണം. ഇനിയും പൂർണ്ണമായൊരു മൃഗത്തെ വാങ്ങാനുള്ള ശേഷി ഇല്ലാത്ത ആളുകളാണെങ്കിൽ മാത്രം അവർ ഷെയർ കൂടിയിട്ടെങ്കിലും, നബി നിങ്ങൾ പറഞ്ഞു പൂർണ്ണമായി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാടിലും അതുപോലെ തന്നെ ഒട്ടകത്തിലും 7-1 പങ്കായിട്ട് നമുക്ക് ഷെയർ കൂടി അറക്കാൻ വേണ്ടി പറ്റും. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ സജീവമായി അതിൻ്റെ സജ്ജീകരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അൽഹംദുലില്ലാഹ് മഹലിലും കുന്നൂത്ത് മഹലിൽ അള്ളാഹു അവരുടെ ഖൈറിൻ്റെ പരിശ്രമങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവർ ഇതുപോലെ തന്നെ ഉളുഹിയ്യത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആൾക്കൊന്ന് ഓഹരി 8000 രൂപയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. പറ്റുന്ന ആളുകളൊക്കെ അതിൽ പങ്കുചേരുക. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഉളുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്
ആയിട്ടുള്ള പ്രത്യേക നിയമം എന്ന് പറയുന്നത് ദുൽഹജ്ജിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറുക്കുന്നത് വരെ അവർ നഖം കളയുക, ശരീരത്തിലെ മുടി കളയുക, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ ഹാജി ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നഖം മുറിക്കൂല, അയാള് പിന്നെ ശരീരത്തിലെ രോമങ്ങൾ നീക്കുകയില്ല എന്നതുപോലെ അയാളോട് ഹാജിയോട് എങ്ങനെയൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ആ നിലക്ക് നമ്മളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ട. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ഒരു സ്ത്രീയെ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ നമ്മളോട് വിവരിക്കുന്നു, സ്ത്രീയെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീയെക്കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് സൊസൈറ്റിയുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ. അതിന്റെ ആമുഖ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായതും ആ സമയത്ത് നേർച്ച വെക്കുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി. പക്ഷെ പ്രസവിച്ചപ്പോഴാണ് പെണ്ണാണെന്ന് മനസ്സിലാകുന്നത്. എങ്കിലും ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ആ നേർച്ച നിറവേറുന്നതിന് വേണ്ടിയിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ അതിനുവേണ്ടി തയ്യാറാക്കുന്നു. മറിയം ബീവിയുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് ബന്ധുവായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആളുകളിൽ നിന്നൊക്കെ മാറി ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു മുറിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു മറയൊക്കെ കെട്ടിയിട്ടാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്നത്. ഖുർആൻ ആ ഭാഗം ഇങ്ങനെ പറയുന്നതായി കാണാം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. നബിയെ, അങ്ങ് ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അങ്ങ് മറിയം ബീവിയെ കുറിച്ച് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പ്രവാചകന്മാരെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചർച്ച ചെയ്യുന്ന ആ സ്ഥലത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പ്രവാചകൻ പോലും അല്ലാത്ത, അല്ലെങ്കിൽ പ്രവാചകന്റെ മകള് പോലും അല്ലാത്ത, വിവാഹിത അല്ലെങ്കിലും പ്രവാചകന്റെ ഭാര്യ പോലും അല്ലാത്ത ഒരാളെ കുറിച്ച് അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയം. എന്താണ് മറിയം ചെയ്തത്? ഇദിൻ തബദത് മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ വേർപെട്ട് താമസിച്ചു. മക്കാനൻ ശർഖിയ, ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. നമ്മൾ പറഞ്ഞു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പള്ളിന്റെ ഖിദ്മത്ത് ചെയ്യാൻ എന്നല്ല, സാമൂഹികമായ ഇടപെടലിന് സ്ത്രീകൾക്ക് ഒരുപാട് പരിധിയുണ്ട്. അതൊരു ഒരിക്കലും ഒരു ബലഹീനത എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത്. അതെല്ലാ ആളുകൾക്കും, ഏത് വർഗത്തിനും ഏത് വ്യക്തിക്കും ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് പരിമിതികളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും പരിമിതികളുണ്ട്, നമ്മുടെ അധികാരത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും എല്ലാം എന്നൊരു ഒരു ചിന്താഗതി എന്ന് പറയുന്നത് മൗഢ്യമാണ്. അത് ഉട്ടോപ്യൻ സിദ്ധാന്തമാണ്, അത് പോസിബിളായ ഒരു കാര്യമല്ല. എന്നതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ഇടപെടലിന്, ഞാൻ നിങ്ങളുടെ വാക്ക് ആവർത്തിക്കാണ്, സാമൂഹിക ഇടപെടലിന് പരിമിതി ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ വളർച്ച ഉണ്ടാക്കുന്നതിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ പങ്ക് പുരുഷനേക്കാൾ കൂടുതലാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പുരുഷ സങ്കലനം ഒഴിവാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, ഇവരിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു മറ സ്വീകരിക്കുന്നു. ഈസാ നബിന്റെയും മുമ്പാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എത്ര കാലങ്ങൾക്ക് മുമ്പ് ഹിജാബിന്റെ സംസ്കാരം ഉണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിലരൊക്കെ പരിഹസിക്കാറുണ്ട്, ഇത് എവിടുന്ന് കിട്ടി, ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ സംസ്കാരം കിട്ടിയത്? ഇങ്ങനെ കറുത്ത കുപ്പായം, വക്കീലിന്റെ കുപ്പായൊക്കെ ഇട്ട് മുഖവും ശരീരവും കയ്യും കാലൊക്കെ മറച്ചിട്ട് ഇങ്ങനെ ആർക്കും തിരിയാതെ ഇങ്ങനെ നടന്നു പോകുന്ന സംസ്കാരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള മാതൃക മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. അള്ളാഹു ആ ഭാഗം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അതൊരു മറ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കലരേണ്ടതല്ല. വന്യമൃഗങ്ങൾ വേറെ താമസിക്കണം, നാട്ടിൽ ജീവിക്കുന്ന ജന്തുക്കൾ വേറെ താമസിക്കേണ്ടതുണ്ട്, പുഴയിൽ ജീവിക്കേണ്ടത് പുഴയിൽ ജീവിക്കണം, കരയിൽ ജീവിക്കേണ്ടത് കരയിൽ ജീവിക്കണം, കടലിൽ ജീവിക്കേണ്ടത് കടലിൽ ജീവിക്കണം, പറവകൾ ആകാശത്ത് ജീവിക്കണം. എല്ലാം എല്ലായിടത്തേക്കും വരാൻ വേണ്ടി പാടില്ല. ഒരു വരമ്പ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഘടനക്ക് പ്രയാസങ്ങൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയാറുള്ളത്, നമുക്ക് മനുഷ്യന്മാരല്ലേ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്, ആണ് മനുഷ്യന്മാർ തന്നെയാണ്. ഈ മൃഗം എന്ന വർഗത്തിൽപ്പെട്ടതാണല്ലോ ഈ പറഞ്ഞ ജന്തുക്കളൊക്കെ. ആട്, മാട്, ഒട്ടകവും കരടിയും സിംഹവും ഒക്കെ മൃഗം എന്ന വർഗത്തിൽപ്പെട്ടതാണല്ലോ. പക്ഷെ അവറ്റകളുടെ ആ ആവാസ വ്യവസ്ഥക്ക് പോലും പ്രത്യേകതയുണ്ട്. എല്ലാവരും എല്ലാ സ്ഥലത്തല്ല താമസിക്കുക. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പൊ അതൊരു സംസ്കാരത്തിനെ കുറിച്ചാണ് അള്ളാഹുടെ അടിവരയിട്ട് പറയുന്നത്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അവർ ഒരു ഹിജാബ് സ്വീകരിച്ച്, മറ സ്വീകരിച്ച്, തന്നെ മറ്റു പുരുഷന്മാർ കാണാത്ത രീതിയിൽ അവർ അവിടെ ഇബാദത്തിലായി, ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിലായി അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു പറയാണ്, ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. ഈ സന്ദർഭത്തിൽ അള്ളാഹു തആല പറയാണ്, ഞാൻ
പരമാത്മാവിനെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഖുർആൻ റൂഹ് എന്ന പദം രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ജീവൻ, സോൾ, ആത്മാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് റൂഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ടാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു, അവിടുത്തെ റൂഹ് എന്ന് പറഞ്ഞ ജിബ്രീലാണ്. അതുപോലെ തന്നെ നസല ബിഹി റൂഹുൽ അമീൻ എന്ന് പറയുന്ന ആ റൂഹും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഏതായാലും ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം അയച്ചു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മലക്കിനെ കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത് ജിബ്രീലിന്റെ തനതായ രൂപത്തിൽ രണ്ട് തവണ മാത്രമാണ്. രണ്ട് തവണ മാത്രം. ഒന്നാമത്തെ വട്ടം കണ്ടപ്പോൾ നബിതങ്ങൾ ബോധരഹിതനായി വീണു. രണ്ടാമത്തെ വട്ടം നബിതങ്ങൾ കാണുന്നത് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ്. മിഅ്റാജിന്റെ രാത്രിയാണ് ആ കാഴ്ച കാണുന്നത്. അതല്ലാത്ത രീതിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയ്യുമായി നബിതങ്ങളുടെ അടുക്കൽ വരുന്നത് മിക്കപ്പോഴും ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിന്റെ രൂപത്തിലാണ്. ഹദീസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോ ഈ സഹാബിന്റെ രൂപത്തിലാണ് മിക്കവാറും വരിക. അപ്പൊ മറ്റു സഹാബികൾക്ക് മനസ്സിലാവില്ല വന്നത് ജിബ്രീലാണെന്ന്. ഇവരിക്കും ഇത് വന്നത് ദഹിയത്തുൽ കൽബിയാണെന്ന് ഇരിക്കും. ദഹിയത്തുൽ കൽബി എന്താ നബിതങ്ങളോട് സംസാരിച്ചു പോയി. നബിതങ്ങൾ പറയും വഹി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ അപരിചിതരുടെ രൂപത്തിലും മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാലോ. നബിതങ്ങള് ഒരിക്കലും ഒരാൾ വരുന്നു, ചോദിക്കും നബിയെ മൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് നബിതങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. വീണ്ടും ചോദിക്കും ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബിതങ്ങൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെടുക്കും. അപ്പൊ വന്ന ആള് പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയും. സഹാബാക്കൾ പറയുന്നുണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇയാള് വന്നിട്ട് സംശയം ചോദിക്കുന്നു. അപ്പൊ സംശയം ചോദിക്കുന്നത് അറിയാത്തത് കൊണ്ടാണല്ലോ. സംശയം ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ സദഖ്ത എന്ന് പറയുന്നു. ഇയാൾക്ക് പിന്നെ അറിയെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നബി ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞിട്ട് വന്ന കക്ഷി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. വിളിച്ചിട്ട് ചോദിച്ചു ഈ വന്ന ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂലുഹു അലം. അപ്പൊ പറയുന്നുണ്ട് നമ്മൾ നോക്കി വന്ന ആളെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടുകാരനല്ല. പിന്നെ സാധ്യത പുറത്തുനിന്ന് ഒരാൾ വരാനാ. ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രന്റെ ഒരു ലക്ഷണവും അയാളിൽ കാണുന്നില്ല. ഒരു മുടിയൊന്നും പാറി പറഞ്ഞിട്ടില്ല, വസ്ത്രം ചുളിഞ്ഞിട്ടില്ല, ശരീരത്തിൽ പൊടിപടലങ്ങൾ പുരണ്ടിട്ടില്ല. ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആരാണ് വന്നതെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിന്റെ റസൂലാണ് അറിയാന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സാക ജിബ്രീൽ, ആ വന്നത് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പ്രവൃത്തി പദത്തിൽ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി, ദീനിന്റെ ഇന്ന ഭാഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുണ്ട്. എന്താണ് അഖീദ? മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രൂപം മാറാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്താ തെളിവ്? തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ജിബ്രീൽ വന്നത് മനുഷ്യരൂപത്തിലാണ് വന്നത്. മിക്കപ്പോഴും മനുഷ്യരൂപത്തിലേ വരാറുള്ളൂ. ജിബ്രീലിന്റെ ഒറിജിനൽ രൂപത്തിൽ രണ്ട് വട്ടമേ വന്നിട്ടുള്ളൂ. മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഏത് രൂപം പ്രാപിക്കാം, പക്ഷെ നികൃഷ്ടമായ രൂപം മലക്കുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഉദാഹരണം പന്നി എന്ന മൃഗത്തിനെ പോലെ അല്ലെങ്കിൽ പട്ടിയെ പോലെ ആ രൂപമൊന്നും സ്വീകരിക്കില്ല. പ്രവാചകന്മാരുടെ രൂപത്തിലും മലക്കുകൾക്ക് വരാൻ വേണ്ടി സാധിക്കില്ല എന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അതിന്റെ ബേസ് ഈ ആയത്തും ഈ ഹദീസുകളുമാണ്. ഏതായാലും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. എങ്ങനെ? ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, നല്ലൊരു മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഒറ്റായത്തിന് തെളിവായിട്ട് മതി. നമ്മൾ ആലോചിക്കാൻ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് 13 വയസ്സാണ്. 13 വയസ്സുള്ള സ്ത്രീ, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ത്രീ, പള്ളിയുടെ ഖിദ്മത്തിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീ. ആ സ്ത്രീയുടെ കൂടാരത്തിലേക്കാണ് ഒരു പുരുഷൻ, ഒരു പൂർണ്ണനായ പുരുഷൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷൻ വരുന്നത്. മറിയം ബീവി റളിയല്ലാഹു തആല ആകെ ബേജാറായി ഈ ആളെ കണ്ടപ്പോ. മറിയം ബീവി റളിയല്ലാഹു തആല കണ്ട മാത്രയിൽ പറഞ്ഞു ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് നിന്റെ ഷർറിൽ നിന്നും. എന്നെ നീ അടങ്ങാറാക്കരുത്, എന്നെ നീ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇൻ കുൻത തഖിയ, നിനക്ക് അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ, നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് എന്തെങ്കിലും തോന്നലുകളും വിശ്വാസവും ഉണ്ടെങ്കിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്റെ മേൽ ഒരു മോശത്തരവും കാണിക്കാൻ വേണ്ടി പാടില്ല. ഒരു പുരുഷൻ അതിർത്തി ഭേദിച്ചുകൊണ്ട് തന്റെ കടന്നു വരാൻ പറ്റാത്ത സ്പേസിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അവിടെ ആർജവത്തോടു കൂടി പറയേണ്ട വാചകമാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കാണുന്ന എല്ലാ വാർത്തകളും വർത്തമാനങ്ങളും അവസ്ഥകളും അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ മക്കളെയും തലമുറനെയും സഹോദരി എല്ലാവരും അള്ളാഹു ഹിഫാദത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ ഒരു ആർജവമുണ്ട്. ഓരോ ആണും ഓരോ പെണ്ണും നമ്മുടെ പെൺമക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ ഒരു ആർജവമുണ്ട്. എവിടെ നമ്മൾ സ്റ്റോപ്പ് പറയണമെന്നൊരു ആർജവം നമ്മളെ മക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏതാണ് അതിർവരമ്പ്? ഏത് ബന്ധമായാലും ഏത് ബന്ധത്തിന് അതിർവരമ്പുണ്ടല്ലോ. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും വരമ്പുകളുണ്ട്. എങ്കിൽ മനുഷ്യൻ തമ്മിലുള്ള ബന്ധം എന്താ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിലുള്ള വരമ്പ്? നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു, അവിടെ നമുക്ക് ചില അതിർവരമ്പുകളുണ്ട്. അള്ളാഹു എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ കിതാബുകൾ കാണാം. എന്താ കാരണം? അത് ചിന്തിച്ച വിശ്വാസവും നമ്മുടെ ചിന്തന്റെ ഉള്ളിൽ പെട്ടതല്ലാതെ. അപ്പൊ അവിടെ പോലും ചില ബൗണ്ടറികൾ അള്ളാഹു സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് കടക്കാൻ സാധിക്കൂല എന്നാണെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില പരിധികൾ നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിര് കടന്ന ഈ ബന്ധങ്ങളാണ് അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടാകും എന്തടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന്. 2 ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകൾ അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ മറിയം ബീവി എടുത്തത് ആ നിലപാടാണ്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ അള്ളാഹുവിനോട് കാബിൽ ചോദിക്കാൻ, ഈ അതിർത്തിയിലേക്ക് വരാനുള്ള അനുവാദം നിനക്കില്ല. ഇൻ കുന്ത തഖിയ, നിനക്ക് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ നീ മാറി നിൽക്കണം. ഇത് കേട്ടപ്പോ വന്ന ബഹുമാനപ്പെട്ട ജിബീരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്, നീ ബേജാറാകേണ്ടതില്ല, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ്. നീ ഏതൊരു റബ്ബിനെയാണോ ആരാധിക്കുന്നത് ആ റബ്ബ് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ദൂതനാണ് ഞാൻ. നിന്നിലേക്ക് ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ മറിയം ബീവിക്ക് ആശ്വാസമായി. മറിയം ബീവിക്ക് മുമ്പ് അതിന്റെ സിഗ്നലുകൾ കിട്ടിയിരുന്നു. നമ്മൾ പറഞ്ഞു, ഉഷ്ണത്തിന്റെ സന്ദർഭത്തിൽ ശൈത്യകാലത്തെ ഭക്ഷണങ്ങളും ശൈത്യകാലത്ത് ഉഷ്ണകാലത്തെ ഫലങ്ങളൊക്കെ മറിയം ബീവിക്ക് കിട്ടുമ്പോൾ അള്ളാഹുവിൽ അത്രയും വിശ്വാസമുണ്ട്, അത്രയും യഖീനുണ്ട്. അങ്ങനത്തെ അത്ഭുതങ്ങൾ മറിയം ബീവിയിൽ കൂടി പ്രകടമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഇന്നമാ അന റസൂലു റബ്ബിക്, നീ ഏതൊരു റബ്ബിനെയാണ് ആരാധിക്കുന്നത് ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. അപ്പൊ മറിയം ബീവിക്ക് സന്തോഷമായി, എന്തോ കാര്യമായ ഗിഫ്റ്റ് കിട്ടാനാ പോകുന്നത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, ലി അഹബലക ഗുലാമൻ സക്കിയ, നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തരാനാണ് വന്നത്. മറിയം ബീവി എന്താണോ ഭയപ്പെടുന്നത്, എന്താണ് സമൂഹത്തിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ളത്, ആ സമ്മാനവുമായിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിലേക്ക് വന്നിരിക്കുന്നത്. മറിയം ബീവി ഒന്നും കൂടി ബേജാറായി. ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാമുൻ, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് സന്താനം ഉണ്ടാവുകയോ? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കുഞ്ഞുണ്ടാകണമെങ്കിൽ 1 അനുവദനീയമായ മാർഗം, 2 അനുവദനീയമല്ലാത്ത മാർഗം. ഈ 2 മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാൻ വിവാഹിതയല്ല, ഞാനാണെങ്കിൽ ഇതുവരെ ഒരു മോശമായ മാർഗത്തിലേക്ക് പോയിട്ടുമില്ല. എങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് മഹതിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, നമ്മൾ ആ വയസ്സും കൂടി നമ്മളൊന്ന് മനസ്സിൽ കാണും. 13 വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ കുട്ടി നമ്മുടെ വയസ്സ് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 13 വയസ്സുള്ള കുട്ടി, ജീവിതത്തിന്റെ ഉത്തരവാദിത്ത ബോധങ്ങളിലേക്ക് കടക്കാത്ത കുട്ടി. അവിടെയാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ത്യാഗങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറാകുന്നത്. അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഞാനാണെങ്കിൽ മോശമായ ഒരു ദുർവൃത്തിയിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ 2ാം അധ്യായത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം കഴിഞ്ഞിരുന്നു, അവര് വീട് കൂടിയിട്ടില്ല എന്ന പരാമർശം കാണാൻ വേണ്ടി പറ്റും. അതിനു മുമ്പാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ധരിക്കുന്നത്. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ഭാഷ്യം മറിയം ബീവി റളിയല്ലാഹു തന്നെ പറയുന്നത് വലം യംസസ്നി ബശറുൻ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, വലം അകു ബഗിയ. അത് ചില ആളുകൾ പറയാറുണ്ട്, ഈ പറയും പോലെ ഇത് ഖുർആനിലുള്ള നിങ്ങൾ ഈ പറയുന്ന സംഭവം ബൈബിളിലുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു വേദങ്ങളുണ്ടല്ലോ, അത് അങ്ങനെ ഇങ്ങനെ എടുത്തു പറഞ്ഞതാണല്ലോ. നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലൊന്ന് ഇതാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നമാ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കാല കദാലിക, നീ പറഞ്ഞത് ശരിയാണ്, ഈ 2 മാർഗത്തിൽ കൂടി അല്ലാതെ കുഞ്ഞുണ്ടാവുകയില്ല. അത് ഭൗതികമായ നിയമമാണ്, അസ്ബാബുകളുടെ ലോകത്താണ് അങ്ങനെ. ഖാല റബ്ബുക്, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഹുവ അലയ്യ ഹയ്യിനുൻ, ഇത് 2മല്ലാത്ത 3ാമതൊരു മാർഗത്തിൽ കൂടി കുഞ്ഞിന് അല്ലാഹുവിനെ നൽകൽ എളുപ്പമാണ് എന്നാണ് നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത്. ഏതുപോലെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാതാവും പിതാവും ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, മാതാവും പിതാവും ഇല്ലാതെയാണ് എന്തായാലും മനുഷ്യൻ ഉണ്ടായെങ്കിൽ ആദ്യം ഉണ്ടായ ഒരാൾ വേണമല്ലോ. ആദം നബിന്റെ ഹവ്വാവിന്റെ കഥ
പിന്നെ പഞ്ചതന്ത്ര കഥകളാണ്, അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ച കഥകളാണെന്നൊക്കെ പറയുന്ന ആളുകളോട് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ മനുഷ്യൻ എന്ന വർഗമുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായ ഒരാൾ ഉണ്ടാകണമല്ലോ. ഇതെങ്ങനെ ഉണ്ടായി? ഇപ്പോഴുള്ള ആളുകൾ സംഗമിച്ചിട്ടും ഒരുമിച്ച് കൂടിയിട്ടും ഉണ്ടായതാണെങ്കിൽ ആദ്യത്തെ ആളെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ഉണ്ടല്ലോ. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മാതാവും പിതാവും ഇല്ലാതെ, നമ്മൾ പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഫാദറും ബയോളജിക്കൽ മദറും ഇല്ലാതെയാണ്. എങ്കിൽ അള്ളാഹു അടുത്ത ചരിത്രം കാണിക്കാൻ വേണ്ടി പോകുന്നത് മാതാവ് ഉണ്ടായിട്ട് പിതാവില്ലാതെയും അള്ളാഹുവിന് കുട്ടികളെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. അസ്ബാബുകളിലേക്ക് മാത്രം ചിന്തിക്കുന്ന മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഇടക്കല് ബ്രേക്ക് ഇടിപ്പിക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴെങ്ങനെ അസ്ബാബുകളിലേക്ക് പോകല്ലേ, അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബിയുടെ ഉപമ എന്താണ്? അത്ഭുതമാണ്. കമസലി ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയാണ്. ഏത് വിഷയത്തിൽ? പൂർണ്ണമായ അസ്ബാബുകൾ ഇല്ലാതെ വന്നു എന്ന അർത്ഥത്തിൽ. ആദം നബിന്റെ വിഷയത്തിൽ മാതാവും ഇല്ല പിതാവും ഇല്ല, ഈസാ നബിന്റെ വിഷയത്തിൽ പിതാവില്ല. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ. അല്ലാഹു നിനക്ക് നൽകാൻ പോകുന്ന ഈ കുഞ്ഞിനെ ലോകത്തിനൊരു അടയാളമായി മാറ്റാൻ വേണ്ടി പോകുന്നു. അല്ലെ, ലോകത്തിന്റെ ഗതി വിഗതികൾ മാറ്റിമറിച്ച ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ചരിത്രം പോലും AD എന്നും BC എന്നും നാമധേയം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചോളൂ. ചരിത്രത്തിന്റെ ദിശ തന്നെ രണ്ട് ദിശകളിലേക്ക്, രണ്ട് ഭാഗങ്ങളിലേക്ക് പോയി. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? തഫ്സീറുകളിൽ വരുന്നത് രണ്ട് രൂപത്തിൽ അവിടെ പറയപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണുന്നത്, മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഗർഭം തുടങ്ങുന്നു. 8 മാസം കൊണ്ട് മറിയം ബിബി റളിയല്ലാഹു അൻഹ ക്രമേണ ഗർഭിണിയായി മാറും. ഇതാണ് ഒരു റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതല്ല, ആ നിമിഷം തന്നെ മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ പൂർണ്ണ ഗർഭിണിയായി മാറി എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പ്രബലപ്പെടുത്തുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം തന്നെയാണ് എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബിബി റളിയല്ലാഹുവിന്റെ കുപ്പായ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്തോടുകൂടി ഒരൊറ്റ ഊത്തായിരുന്നു. ആ ഊതലോടുകൂടി മറിയം ബിബി റളിയല്ലാഹു തആല അൻഹയെ ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജീവനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, വസ്തുക്കളുടെ ലോകത്ത് നിന്ന് ചിന്തിച്ചാൽ അതിന് നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. വസ്തുക്കളുടെ ലോകത്ത് നമ്മൾ ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹുവിന് ഒരു കാര്യം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ അവിടെ കുൻ എന്നൊരു കൽപ്പന അല്ല, അതിന്റെ സമയം പോലും വേണ്ട ആവശ്യമില്ല, അതവിടെ ഉണ്ടായി എന്ന് കാണാൻ വേണ്ടി പറ്റും. ഫഹമലതുഹു, ഖുർആൻ പറയുന്നു, മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ചുമക്കുകയാണ്. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ. മറിയം ബിബിക്ക് ആകുലത വരാൻ വേണ്ടി തുടങ്ങി. റബ്ബേ, ഞാൻ ഈ പള്ളിയുടെ അടുത്തുള്ള ഈ കൂടാരത്തിൽ ഏകയായി കഴിഞ്ഞുകൂടുന്നു. ഈ വന്ന മനുഷ്യനും ഞാനും തമ്മിൽ ഒന്നും മോശത്തരങ്ങൾ നടന്നിട്ടില്ല എന്നും അള്ളാഹു നൽകിയതാണെന്നൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. നാളെ ജനങ്ങൾ എന്നെ കാണുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 13 വയസ്സുകാരിയായ മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ നിറവയറുമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്നതാണ്. എന്തൊക്കെ ഇനി വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ. ഉടനെ ആ സ്ഥലത്ത് നിന്ന് മാറി മറിയം ബിബി റളിയല്ലാഹു തആല ദൂരൊരു സ്ഥലത്തേക്ക് പോവാണ്, ആരും കാണാത്തൊരു സ്ഥലത്ത്. വേദന വരാൻ വേണ്ടി തുടങ്ങി. ഒരു ഭാഗത്ത് ശരീരത്തിന്റെ വേദന, മറുഭാഗത്ത് മാനസികമായ വിഷമങ്ങളും ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഫഹമലതുഹു ഫൻതബദത് ബിഹി മകാനൻ ഖസിയ ഫഅജാഅഹ അൽമഖാദ ഇലാ ജിസ്ഇൻ നഖല. എവിടെയെങ്കിലും ഒന്നും താങ്ങിയിരിക്കണം. നമ്മൾ വേദനയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കടിച്ചു പിടിക്കും, അല്ലെങ്കിൽ ഒന്ന് എവിടെയൊക്കെ നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം നമുക്ക് കിട്ടും. അങ്ങനെ താങ്ങി പിടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഈന്തപ്പന തടിയാണ്. മുളക്കാത്ത കൊലക്കാത്ത ഒരു ഈന്തപ്പന തടി അവിടെ ഉണ്ട്. മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ അതിന്റെ അടുക്കിലേക്ക് പോയി ചാഞ്ഞിരുന്നു. ആ വേദനന്റെ പേരിൽ മറിയം ബിബി ആ വേദന കൊണ്ട് പറഞ്ഞുപോയി. ശാരീരിക വേദനക്കപ്പുറത്ത് മാനസിക വേദ കൊണ്ട് മറിയം ബിബി പറഞ്ഞുപോയി, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ. പടച്ചോനെ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹു നമുക്ക് നല്ല ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു നമുക്ക് സബൂർ നൽകുമാറാകട്ടെ. നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് പോയി നമ്മൾ റേഞ്ച് ഇങ്ങനെ താഴോട്ട് പോയിട്ട് ചില നിമിഷങ്ങളിൽ നമ്മളിങ്ങനെ ആലോചിച്ചു പോകും, നമ്മൾ പോലും അറിയാതെ. പടച്ചോനെ, നിക്കാവുന്നില്ല റബ്ബെ, നീ തിരിച്ചു വിളിക്കണം റബ്ബെ. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ. പടച്ചോനെ, ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. വകുന്തു നസിയം മൻസിയ. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന ചർച്ച പോലും ഇല്ലാതെ ജനങ്ങളൊക്കെ എന്നെ മറന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ.
എന്ന് സയ്യിദത്തിന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ വൈകാരിക തലം പോലും അല്ലാഹു തആല അവിടെ എടുത്ത് പരാമർശിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന് ചില കണക്കുകൾ ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളിലേക്ക് അള്ളാഹു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അള്ളാഹുவோட ആശ്വാസ വാക്കുകൾ ഏൽപ്പിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അശരീരിയാണ് പിന്നെ ഉണ്ടാകുന്നത്. പിന്നെ അവിടെ നേരിട്ട് കണ്ടിട്ടില്ല. ഫനാദാഹ മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരു അശരീരി മറിയം ബീവി കിട്ടു. അല്ലാ തഹസനി മറിയം, നീ സങ്കടപ്പെടേണ്ട മറിയം. സങ്കടപ്പെടുന്ന എന്തിനാ? ഇത് തീരുമാനം അള്ളാഹുവിൻ്റെതല്ലേ. നിന്നെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ വലിയ മാതൃകയാക്കാൻ വേണ്ടി പോവുകയാണ്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഖിയാമത്ത് നാൾ വരെ സൂറത്ത് മറിയം പറയപ്പെടുമ്പോൾ നിന്റെ പേരുകൾ ഉച്ചരിക്കപ്പെടും, ആ ചർച്ചകൾ ഉണ്ടാകും, നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാ തഹസനി, നീ സങ്കടപ്പെടേണ്ട മറിയം. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നീ താഴ്ഭാഗത്തേക്ക് നോക്കൂ, നിനക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ നീ അത് കുടിക്ക്. അതുപോലെ നിനക്ക് കഴിക്കണോ, നീ ഈ ചാഞ്ഞിരിക്കുന്ന ആ ഈന്തപ്പന മരം അതൊന്ന് കുലുക്കും അറിയാം. തഫ്സീറിൽ വരുന്നത് അതിങ്ങനെ ശരിക്കും മൂത്തിട്ട് പാകമായിട്ടൊന്നുമില്ല, നല്ല പാകമായ ഈത്തപ്പഴങ്ങൾ അതിൽ നിന്നും ഉതിർന്നു വീഴാൻ വേണ്ടി തുടങ്ങി എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകൾ റിവായത്തുകൾ നമുക്ക് ചെയ്യുന്നതായി കാണാൻ വേണ്ടി പറ്റും. അവിടെ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ അള്ളാഹുവിൻ്റെതാണ് തീരുമാനം. അള്ളാഹു ഈസാ നബിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ ഒരു അത്ഭുത പ്രവർത്തനം ഇവിടെ കാണിക്കേണ്ടതുണ്ട്. സത്യത്തിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അല്ലാത്ത ഹസീൻ എന്നൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. എന്താ ആവശ്യമുള്ളത്? അള്ളാഹു മറിയമ്മയ്ക്ക് ഗർഭം നൽകുന്നു, പ്രസവിപ്പിക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. അള്ളാഹു താല സാധാരണക്കാരിയായ ഒരു സ്ത്രീയോടാണ് രാജാവായ അള്ളാഹു പറയുന്നത്, അല്ലാ തഹ്സനി മറിയം, സങ്കടപ്പെടേണ്ട മറിയം, സങ്കടപ്പെടേണ്ട മറിയം. ഒരു മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായ ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയർ എന്ന് പറയുന്നത് അയാളെ ഇമോഷണൽ കെയറിംഗ് ആണ്. സമ്പത്ത് ആർക്കും കൊടുക്കാം, അത് പിച്ചെടുത്താലും പണം കിട്ടും, അത് കട്ടാലും പണം കിട്ടും. പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടല്ലോ, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്ത് ആരൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ടോ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ പറയല്ലേ? ചിലപ്പോൾ പുറത്ത് പറയുന്നെങ്കിലും നമ്മൾ ഉള്ളിൽ കേൾക്കാറുണ്ടല്ലോ ആ വാചകങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും സ്ത്രീ വിഭാഗത്തിനെ തന്നെയാണ്. ഇവിടെയും അള്ളാഹുവിന്റെ തിരുത്താണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അള്ളാഹുവാണ് സ്ത്രീനോട് പറയുന്നത്, അല്ലാത്ത ഹസൻ നീ സങ്കടപ്പെടേണ്ട പറയും, സങ്കടപ്പെടണ്ട, ഞാൻ ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇതുപോലെ മറ്റൊരു വാക്ക് മൂസാ നബിന്റെ ഉമ്മനോടും പറയുന്നതായി കാണാം. മൂസാ നബിന്റെ ഉമ്മ ഈ പറഞ്ഞ പോലെ മൂസാ നബിനെ പിടിക്കുമോ എന്നൊക്കെ ബേജാറായി പ്രസവിച്ച സന്ദർഭത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? ബേജാറാകണ്ട, നീ പെട്ടിയിലാക്കിയിട്ട് ഫൽഖിഹി ഫിൽ യമ്മി, കടലിൽ ഒഴുക്ക്, വലാ തഖാഫി വലാ തഹ്സനി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ മാത്രം കൊടുത്താൽ, നമ്മൾ ഈ ഗവൺമെന്റിന്റെയും അതുപോലെ അതോറിറ്റിന്റെയും സർക്കുലർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓർഡറുകൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഓർഡറിൽ പോലും പേഴ്സണൽ ടച്ച് ഉള്ള ഒരു വാക്ക് പോലും ഉണ്ടാവില്ല. അതൊരു ഒഫീഷ്യൽ കോണ്ടന്റ് ആണത്. അതിന് പേഴ്സണലായ ഒരു കാര്യം പരാമർശിക്കൂല. തൂക്കിക്കൊല്ലുക ബീച്ച സർക്കുലർ വെക്കാനും അതിലും വ്യക്തിപരമായ അല്ലെങ്കിൽ വൈകാരിക തലത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല. രാജാതിരാജനായ അള്ളാഹുവിന്റെ സർക്കുലറാണിത്. അൽഖീഹി ഫിൽ യമ്മി, നീ കടലിൽ ഒഴുക്ക് എന്ന് മറിയം മൂസാ നബിന്റെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര പറയേണ്ടതുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അള്ളാഹു കൂട്ടിച്ചേർക്കാൻ വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, നിന്റെ സങ്കടവും പേടിയും ഉണ്ട് എന്ന് എനിക്കറിയാം. ഒരു അഷുറൻസ് കൊടുക്കുകയാണ് നമ്മൾ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീക്ക് കിട്ടേണ്ടത്, നിങ്ങൾ എത്ര സമ്പത്ത് കൊടുത്താലും കൊടുക്കണം, ചെലവിന് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരുടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന, നമ്മുടെ ഇണകൾക്ക് കൊടുക്കുന്ന വൈകാരിക സപ്പോർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്തുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നു? പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്. എല്ലാം ഈ കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാരണം ഇതാണ്, ഇത് കിട്ടുന്നില്ല മനുഷ്യന്മാർക്ക്. പിന്നെ ഈ സ്ത്രീ ആരെടുത്ത് പോകും? ആരാണ് ഇവർക്ക് അഷുറൻസ് കൊടുക്കേണ്ടത്? നീ എന്തിനാ ബേജാറെന്ന് നമ്മൾ ചോദിക്കുക. എനിക്കെന്താ ടെൻഷൻ അടിക്കാനുള്ളത്? ഞാൻ ഇല്ലേ? അള്ളാഹുവിനെ അങ്ങനെ ചോദിച്ചാൽ പോരെ. ഫനാദാഹ മിൻ തഹ്തിഹ, നമ്മളെ ഭാഷയിൽ നമുക്കൊന്ന് തിരിച്ചു വായിക്കാം. അള്ളാഹു ജിബ്രീൽ കൂടി അശരീരി ഉണ്ടാക്കി, ലിമ തഹ്സുനീനി, എന്തിനാ മറിയമേ നീ സങ്കടപ്പെടുന്നത് എന്നല്ല അള്ളാഹു ചോദിക്കേണ്ടത്. അത് പറയുമ്പോ കേൾക്കുന്ന ആൾക്ക് കൂടുതൽ അസ്വസ്ഥ ഉണ്ടാവുക ചെയ്യുക. നീ എന്തിനാ കരയുന്നത്? നിനക്കെന്താ സങ്കടപ്പെടാനുള്ളത്? ഇത് ആളിന് കൂടുതൽ വിഷമം ഉണ്ടാക്കുക ചെയ്യുക. പോട്ടെ, സാരില്ല, എനിക്ക് വിഷമമുണ്ട്, നീ സങ്കടപ്പെടേണ്ട, നമുക്ക് ശരിയാക്കാം.
അതാണ് അല്ലാത്ത ഹസനി, മറിയമേ നീ സങ്കടപ്പെടേണ്ടതില്ല. നമ്മൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ഈ പറയപ്പെട്ട നമ്മുടെ ഭാര്യമാരുമായി, നമ്മുടെ അണകളുമായി, നമ്മുടെ മാതാപിതാക്കളുമായി, നമ്മുടെ സഹോദരന്മാരുമായി, നമ്മുടെ മക്കളുമായി എങ്ങനെ വൈകാരിക തലത്തിൽ സമീപിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ മീശയും പിരിച്ചു ഭയങ്കര മസിൽ പവറൊക്കെ ഉണ്ടായി, അതല്ല മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അവരെ ഉൾക്കൊള്ളാൻ കഴിയിലാണ് നമ്മൾ മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തക സരിയ, നിനക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട് മറിയം, നിനക്ക് കഴിക്കാനുള്ള ഈന്തപ്പനത്തിനുള്ള ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മുഫസ്സിറുകൾ പറയുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്കുള്ള ശുശ്രൂഷക്കുള്ള തർത്തീബാണ് അള്ളാഹുവിടെ ചെയ്തു കൊടുത്തത്. വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു, ഈന്തപ്പഴം കഴിക്കാനും വേണ്ടി പറഞ്ഞു. ഞാനത് പറയുമ്പോൾ ആ വിഷയം പരാമർശിക്കേണ്ടതായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോകും. നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ലെങ്കിൽ പോലും ഇന്ന് അല്ലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചില തെറ്റിദ്ധാരണകൾ രണ്ട് ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. രണ്ട് ഭാഗം നമ്മൾ പറയാൻ 100% ശരിയാണ് നമ്മൾ പറയുന്നില്ല. ഒരു ഭാഗത്ത് അതിന് കച്ചവടം വലിക്കരിച്ച് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മറുവിഭാഗം ഗർഭിണിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നിലക്കുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാതെ, ഒരു നിലക്കുള്ള ചികിത്സയും കൊടുക്കാതെ, ആന പ്രസവിക്കുന്നുണ്ടല്ലോ, പൂച്ച പ്രസവിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മുമ്പുള്ള ഉമ്മാമാന്റെ ഉമ്മാമൊക്കെ അങ്ങനെ നിന്നെ പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തരം താഴ്ന്ന രീതിയിലുള്ള നിലപാടുകൾ പറയുന്ന ആളുകൾ ഈ രണ്ടും തെറ്റാണെന്ന് നമുക്ക് ആർജവത്തോടു കൂടി പറയേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ പ്രസവത്തിന്റെ സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ഇതെന്താന്നറിയാം നടക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞ കൊലപാതകം. ശരീഅത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവിടെ എന്തും ചെയ്യാം. വ്യഭിചാരം ഒഴിച്ച്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഒരാൾ കഴുത്തിന് കത്തി വെച്ച് വിളിക്കടാ, ചില പദങ്ങൾ പറഞ്ഞു, വിളിക്കടാ എന്ന് പറഞ്ഞു. എന്താ ഇസ്ലാമിന്റെ നിയമം? വിളിക്കാം. എന്തുകൊണ്ട്? ജീവനാണ് ഇവിടെ വില. ജീവനില്ലാതെ ഇവിടെ പിന്നെ ഈ ദീന പ്രസ്ഥാനം ഉണ്ടാവില്ലല്ലോ. പക്ഷെ കൽബിൽ നമുക്കില്ല. നമുക്കറിയാം നമ്മൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാം. ഇനി വേറെ ആൾ പറയണം, ഇതിന് ഈ സാധനത്തിന് സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ വെടിവെച്ച് വന്നോളിയും. എന്താ ഇസ്ലാമിന്റെ നിയമം? ജീവൻ രക്ഷാർത്ഥം നമുക്ക് ചെയ്യാം. ഒരാള് കള്ളുടിക്കണം, ഇപ്പൊ കുടിച്ചില്ലെങ്കിൽ കൊന്നോളിയും, കുടിക്കാം. സിന ചെയ്യാൻ പാടില്ല, ഇപ്പൊ വ്യഭിചരിച്ചില്ലെങ്കിൽ കൊന്നോളിയും, അത് മരിച്ചോ, വേറെ ഓപ്ഷൻ ഇല്ല. മറ്റേത് ആസ്വദിക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണ് അങ്ങനെ അള്ളാഹു വെച്ചത്? ഒരു മനുഷ്യന്റെ ജീവൻ അത്രയും വിലയുണ്ട്. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാം. മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ വീണ്ടെടുക്കാം. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ. ചില ആളുകൾക്ക്, പുരുഷന്മാർക്ക് എന്താണെന്ന് അറിയില്ല, ആ വിഷയത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാനങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കൊരു വിഷമം നമുക്ക് തോന്നേണ്ടതില്ല. നമ്മളൊന്ന് ചിന്തിക്കും. പല ആളുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്, മുപ്പരിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നൊന്നും അങ്ങനെ ഇഷ്ടമുള്ള ആളല്ല. നമ്മൾ വളരെ മയത്തോട് ചോദിക്കണേ, നിങ്ങൾ എന്നല്ലേ ഈ ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭാര്യക്ക് അങ്ങനെ ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് പിന്നെ ആരാ പോകേണ്ടത്? ആരാണ് ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടത്? എന്തിനാണ് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്? ഇതൊരു രോഗമായത് കൊണ്ടല്ല, ചില സാധ്യതകളുണ്ട്. BP ഷൂട്ടായി ഈ സമയത്ത് ഈ സൂചിക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീ പനി ബാധിച്ചു. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ആളെ പിടിക്കാൻ വേണ്ടി പറ്റും. പനി ബാധിച്ചു. അപ്പൊ ആള് ഈ ചികിത്സന്റെ ആളായിരുന്നു. ഞാൻ ചികിത്സനെ കണ്ടടച്ച് പൂർണ്ണമായി നിഷേധിക്കുന്നൊന്നില്ല. അതിന്റെ കുറെ നല്ല വശങ്ങളുണ്ട്. നമ്മുടെ ഒരു നേച്ചുറോപ്പതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു ഭാഗം കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയും കൂടി കൂട്ടിച്ചേർക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. പനി ബാധിക്കുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നില്ല. പനി വന്നിട്ട് ഒരു 3 ദിവസമൊക്കെ നിന്നോട്ടെ, നല്ലത് തന്നെ, കുഴപ്പമില്ല. ഇടയ്ക്ക് പനിക്കുന്നൊക്കെ നല്ലതാ. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പനി നിൽക്കുന്നതിന് അതിന്റെ അർത്ഥം വേറെന്ത് ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളുണ്ട് എന്നാണ്. ഒരു നിലക്കും പോകുന്നില്ല. പനി കൂടി ആള് സീരിയസ് ആയി, ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. ഉറച്ച വിശ്വാസമായിരുന്നു പനി മാറും. ഈ പെൺകുട്ടിയുടെ പിതാവ് നാട്ടിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് ഗൾഫിലേക്ക്, ഇവിടെ ഗൾഫിലാണ് ഈ സ്ത്രീ ഉണ്ടായത്. വാപ്പ പറയാണ്, മകളെ നീ കാണിക്ക്, 35 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ വാശിപ്പുറത്ത് നിന്ന് ആ സ്ത്രീ മരണപ്പെട്ടു പോയി. ആരിതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അപ്പൊ അവര് പറയും, ഞാനിത് കണക്ട് ചെയ്തത് അതുകൊണ്ടാണ്. അവര് പറയും, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആരാണ് പ്രസവം എടുത്തത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരാണ് നമ്മുടെ നാട്ടിലേക്ക് ഈറ്റെടുക്കുന്ന പെണ്ണുങ്ങൾ? ആരാണ് മറിയം ബീവിക്ക് ഈറ്റെടുത്തത്?
എന്ന് പറയുമ്പോൾ തിരിച്ചവരോട് ചോദിക്കേണ്ടത്, മറിയം ബീവി റളിയല്ലാഹുവിന്റെ കേസിൽ ഹോസ്പിറ്റലും ഇല്ല, അഡ്മിറ്റും ഇല്ല, ട്രീറ്റ്മെന്റും ഇല്ല. മറിയം ബീവിന്റെ റളിയല്ലാഹുവിന്റെ കേസിൽ ഭർത്താവും ഇല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മറിയം ബീവി റളിയല്ലാഹു തന്റെ സ്പെഷ്യൽ കേസാണ്. മറിയം ബീവി റളിയല്ലാഹുവിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവാണ് കുടിക്കാനുള്ള എല്ലാ മിനറൽസും അടങ്ങിയ വെള്ളം അടക്കം കൊടുത്തത്. അത് ഈ ലോകത്ത് ഒരു ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കൂല. അതല്ല ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. അങ്ങനെ എനിക്കും നിങ്ങൾക്കും ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പ്രശ്നമില്ല. അല്ലല്ല പറയുന്നത്, ആ വെള്ളം കുടിക്കും അറിയും, ആ ഈന്തപ്പഴം കഴിക്കും അറിയും എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അള്ളാഹു തആല ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളായിട്ട് മാറണം. എന്തൊക്കെയോ ആരൊക്കെയോ പറയുമ്പോഴേക്ക് അതിൽ വിശ്വസിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പാടില്ല. സമാനമായ ഒരു സംഭവം ഒരു ചെറുപ്പക്കാരന്റെ വിഷയത്തിലും, കണ്ണൂർ ജില്ലക്കാരായ ചെറുപ്പക്കാരൻ ഇതുപോലെ പനി ബാധിച്ചു, പനി മൂർച്ഛിച്ചു, അത് മഞ്ഞപ്പിത്തത്തിലേക്ക് എത്തി. ആളുടെ അവസ്ഥകൾ മാറാൻ വേണ്ടി തുടങ്ങി, വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ആള് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുന്നില്ല. കുടുംബക്കാർ നിർബന്ധപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെക്കപ്പ് ഒക്കെ ചെയ്ത് റിസൾട്ട് എങ്ങനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ മംഗലാപുരത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞു. മംഗലാപുരത്തേക്ക് എടുക്കുമ്പോഴേക്ക് ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 35-34 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ 2 കിഡ്നിയും ഫെയിലർ ആയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 കിഡ്നിയും നശിച്ചുപോയി. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. ആളെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ തൗഫീഖും സഹായം കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു. ആള് റിക്കവറായി. എന്നിട്ടും ബെഡ് റെസ്റ്റിൽ ഏകദേശം 4-5 മാസം കിടക്കേണ്ടി വന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് കുറച്ചും കൂടി പക്വതയോടുകൂടി ശരീഅത്തിന്റെ കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ജീവിതമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് ഖൈറുകൾ മനസ്സിലാക്കുവാനും അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആലയുടെ ആ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അള്ളാഹു തആല നമ്മൾ അതിൽ കൂടി ഒരുപാട് പാഠങ്ങളും ചിന്തകളും നമുക്ക് നൽകുകയാണ്. അള്ളാഹു ഇനിയും പഠിക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഫലസ്തീനിന്റെ വിഷയം നമുക്കറിയാലോ. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ക്രൂരന്മാരായ ഇസ്രായേലുകളും അവരുടെ കിങ്കരന്മാരും അതെല്ലാ നിലയിലുള്ള ആളുകളും അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിന് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് ഈമാന്റെ അടയാളമാണ്. ലോകത്ത് എന്ത് സംഭവിച്ചോട്ടെ, എനിക്കതൊന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഈമാൻ ഏറ്റവും കുറഞ്ഞു എന്നുള്ളതിന്റെ അടയാളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം, അവർക്കുള്ള സഹായം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഇറക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.